എന്നാൽ മലയാള സിനിമയിലെ നടന്മാര് മൊത്തം തേപ്പുകളാണല്ലോ. മലയാള സിനിമയിലെ എല്ലാ നടന്മാരും തേപ്പെന്ന് പറയാൻ പറ്റൂല. അതിൽ കുറെ എണ്ണം നല്ല തേപ്പുകൾ. എന്നാൽ ഈ വാതിലെ ചവിട്ടി പൊളിച്ച് പീഡനം നടത്തണമെന്ന് പറഞ്ഞ പഴയകാല ഉമ്മറിന്റെയൊക്കെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഡ്രഗ്സും കഞ്ചാവും ഒക്കെ അടിച്ചോണ്ടിരിക്കണേ വാതില് മാത്രമല്ല, അവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇരുമ്പ് കോട്ട വരെ ചവിട്ടി പൊളിക്കും. തിരക്കുള്ള റോഡിലൂടെ ഓടിയ ഒരു വണ്ടിയിൽ വെച്ചാണ് നമ്മുടെ ഒരു പ്രമുഖ നടിയെ പീഡിപ്പിച്ചത്. അണ്ണാ, ഈ പവർ ഗ്രൂപ്പ് എന്ന പേരിൽ 10-15 തേപ്പ നടന്മാരുണ്ടെന്നാണല്ലോ പറയണം. ഉള്ളത് എന്നി ഉള്ളതല്ലേ? ഈ തേപ്പ് ഗ്രൂപ്പില് പ്രമുഖ നടന്മാര് മാത്രമല്ല ഉള്ളത്, പ്രമുഖ സംവിധായകന്മാരും നിർമ്മാതാക്കളും. ഇവന്മാർക്കെതിരെ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റൂലെന്നാണല്ലോ പറയണത്. ഇവന്മാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എത്ര കഴിവുള്ളവനെ ആയാലും ഒതുക്കി മൂലയിലിരുത്തുമെന്നാണ് സിനിമയിലുള്ളത്. ഉള്ള പണി കൊണ്ടാന്ന് കരുതി യുവമാരായിരുന്നു മിണ്ടാത്തതാണെന്നാ. ഇവിടെ ഈ പവർ ഗ്രൂപ്പാണ് മഹാനടനായ തിലകനെ പോലും ഒതുക്കി മൂലയിലിരുത്തുന്നത്. അങ്ങനെ എത്ര ഇത്ര കഴിവും പ്രശസ്തിയുള്ള മഹാനടനെ തിലകനെ പോലും ഒതുക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്തുമാത്രം പവർ ഉള്ളതായിരിക്കും. അതിനേക്കാളും രസം, ഒരു കഴിവുമില്ലാത്ത സംവിധായകനും നടനും വരെ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടു. ഇവന്മാരാണ് ഈ പ്രമുഖ നടന്മാർക്ക് വേണ്ടിയിട്ടുള്ള മൊത്തം ഉണ്ടായിപ്പോഴും ചെയ്തത്. ഇവന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രമുഖ നടന്മാര് പൊട്ടപ്പടങ്ങളിൽ അഭിനയിക്കാനുള്ള ഡേറ്റും കൊടുക്കും. വലിയ വലിയ സംഘടനകൾ ഉണ്ടാക്കി ഇവന്മാരെ പ്രമുഖ സ്ഥാനങ്ങളിൽ. അല്ല അണ്ണാ, ഈ സിനിമയിൽ അഭിനയിക്കാൻ നടിമാരെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. ഒരു നടിക്ക് എത്ര കഴിവുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിനും കൂടെ തയ്യാറായാൽ മാത്രമേ നടിക്കാൻ അവസരം കിട്ടുള്ളൂ എന്നാണ് കേൾക്കണം. വലിയ വലിയ നടിമാരാണ് ഇറങ്ങിത്തിരിക്കുന്ന പെൺപിള്ളേ. ഇവന്മാരായിരിക്കും കയ്യിൽ ചെന്ന് പെട്ടതില്ല. കാരണം നമ്മൾ ആരാധിക്കുന്ന ഈ നടനും സംവിധായകനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ സത്യം തന്നെയാണ്. ഇതൊക്കെ സത്യം തന്നെ. ഈ സത്യന്റെ കാലഘട്ടം മുതൽ ഇതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ സത്യമൊക്കെ ഇപ്പൊ പുറത്തു വന്നത്. ഇത്രയും വലിയ കരികളാണ് നടക്കണം ഈ സിനിമാ ലോകത്ത്. ചോദിക്കാനും പറയാനും ആരില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ്. ഈ ചോദിക്കാനും പറയാനുമാണ് സർക്കാർ ലക്ഷങ്ങൾ മുടക്കി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നിട്ട് ഇതേ സർക്കാർ തന്നെ 4 വർഷം ഈ റിപ്പോർട്ട് പിന്നെ എന്തെടുക്കാനാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അവിടെ കിടക്കട്ട് പീഡനം നേരിട്ട പെൺകുട്ടികൾ നേരിട്ട് പരാതി തന്നാലേ ഇനി കേസെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് സർക്കാർ. അങ്ങനെയാണെങ്കിലും പെൺകുട്ടി നേരിട്ട് പറഞ്ഞ പവർ ഗ്രൂപ്പിലെ ഒതുക്കൽ വീരന്മാര് വെറുതെ ഇരിക്കുവന്ന. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ പീഡനം നേരിട്ട പെൺകുട്ടികൾ ഒരു പരാതി എടുക്കുന്നത്. ഇരകൾക്കൊപ്പം നിൽക്കേണ്ട ഈ സർക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ച എന്തരാണ്? ഒരു ബംഗാളി നടിയെ കയറി പിടിച്ച സംവിധായകനെതിരെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അയാളെ ചലച്ചിത്ര അക്കാദമി പോലുള്ള മഹാസ്ഥാപനത്തില് പ്രമുഖ സ്ഥാനത്തിരിക്കുകയും ചെയ്തിരിക്കും. ഈ ന്യായീകരിച്ച് അവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇപ്പൊ സ്വയം മാറി. അണ്ണാ, അമ്മയെന്നും അപ്പനെന്നും കൊച്ചിച്ചനെന്നും കുഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ തേപ്പ് സംഘടനകൾ ഉണ്ടാക്കി വെച്ച് മുതലെടുക്കണം ഇവന്മാരെയൊക്കെ മൺപട്ടി കൈ കൊണ്ട് തന്നെ അടിക്കണം. കാരാമാനിലെ കിടക്കുള്ളൂ, കാരാമാനിലെ പെടുക്കുള്ളൂ, കാരാമാനിലെ ഇരിക്കുള്ളൂ, കാരാമാനിലെ തിന്നുള്ളൂ. ഈ കാരാമാൻ പോയിട്ട് കാരാവണ പോലും കിട്ടാതെ കട്ടൻ ചായയും കുടിച്ച് ഏതെങ്കിലും കുറ്റിക്കാട്ടിന്റെ നടുവിൽ നിന്ന് വസ്ത്രം മാറണം നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടികളുടെ കാര്യം.